ഹലോ. ഇന്ന് നമ്മൾ രാത്രിക്ക് പൂരിയാണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പൂരി ആയതുകൊണ്ട് തന്നെ ഇനി ഉച്ചക്കത്തെ ബാക്കി ചോറാണ്. അപ്പോൾ അത് ഇനി ആരും കഴിക്കില്ല. അപ്പോൾ പിന്നെ അത് ആദ്യം വെള്ളത്തിലിട്ട് വെക്കാമെന്ന് കരുതി. അപ്പോൾ കേട് വരില്ലല്ലോ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്ക് വെച്ച എല്ലാ പാത്രങ്ങളും എല്ലാം ആദ്യം തന്നെ കഴുകി വെക്കാമെന്ന് കരുതി. മോൻ ഇന്നലെ വന്നിട്ട് പറഞ്ഞതായിരുന്നു അവൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഭൂരി കൊണ്ടുവരാറുണ്ട്. അവനിക്ക് മാത്രം ഇതുവരെ ആക്കി തന്നിട്ടില്ല എന്നുള്ളത്. ഞാൻ അധികം ഉണ്ടാക്കാറില്ല. ഒന്നാമത് അത് ഓയിലി അല്ലേ. സ്കൂളിൽ പോയിട്ട് ചിലപ്പോൾ വയറുവേദനയ്ക്ക് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് കരുതിയിട്ടാണ് അത് ഉണ്ടാക്കി കൊടുക്കാതിരുന്നത്. അപ്പോൾ അവനിക്ക് വേണമെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ പിന്നെ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നൈറ്റ് തന്നെ ചിക്കൻ കറിയും വെച്ച് ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാലത്തേക്ക് ഭൂരി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. കറി എന്തായാലും ഞാൻ തണുപ്പ് പോവാതെ അങ്ങനെ തന്നെ കൊടുത്തു വിടുകയാണ് ട്ടോ ചെയ്യുക. തണുപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരുമെന്ന് കരുതിയിട്ട് ആ തണുപ്പൊക്കെ ഒന്ന് വിട്ട് കഴിയുമ്പോഴേക്കും അവനിക്ക് കഴിക്കാനും ആവുമല്ലോ. അങ്ങനെ നമ്മൾ ഭൂരി പരത്താനുള്ള ഭാഗം നമ്മൾ ഗ്രാനൈറ്റിൽ തന്നെയാണ് ട്ടോ പരത്തുക. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ചിക്കൻ എന്തെങ്കിലും വെറൈറ്റി ആക്കാമെന്ന് കരുതിയിട്ട് യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ കണ്ട മസാലയാണ് കുരുമുളക്, സാദാ മല്ലിയില്ലേ പൊടിക്കാത്ത അത്, ചെറിയ ജീരകം, വലിയ ജീരകം, കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടി ഇട്ട് വറുത്ത് പൊടിച്ചെടുക്കുക. അത് നല്ല സ്മെല്ലാണ് ട്ടോ അത്. അപ്പോൾ പിന്നീട് കരുതി വേണ്ട, സാധാരണ കറി തന്നെ ആകുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കില്ലേ ചിക്കൻ കറി, അതാകുമ്പോൾ ഭൂരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് അല്ലേ. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൽ കണ്ടത് കുറച്ച് റോസ്റ്റ് പോലെയാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ മസാല വെറുതെ അവിടെ പൊടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു കേട്ടോ. ചിക്കൻ കറി സാധാരണ. അപ്പോൾ നമുക്കിനി ഭൂരി ഉണ്ടാക്കണത് നോക്കാം. ഭൂരി ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഭൂരി എൻ്റെ എപ്പോഴും പൊന്തി വരാറില്ല. ഇത് നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇടില്ലേ, അവരുടെ വീഡിയോ നോക്കിയിട്ടാണ് ട്ടോ അത് ചെയ്യുന്നത്. ആദ്യം ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ, വറുക്കാത്ത റവയില്ലേ അത്, 1 സ്പൂൺ പഞ്ചസാര. പിന്നെ ഞാൻ ഇത് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുഴയ്ക്കുക ഓർമ്മയിൽ ഉപ്പുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാലൊക്കെ ഒഴിച്ച് പിന്നെ ആ ഉപ്പുവെള്ളം ഇല്ലേ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂറോളം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കറി ആക്കി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ ടൈമിൽ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഇവിടെ വാടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പൊടികളുണ്ടാവില്ലേ, ഇതിൽ ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ച് നല്ല തിക്നെസ് ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ടത് പോരാണ്ട് ഞാൻ ആ പൊടിച്ചില്ല ആ ഒരു പൊടിയും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പൊടി നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടോ. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ ഇട്ട് പച്ചമണം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനും കൂടി ഇട്ടു. ചിക്കനും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് കുക്കറൊക്കെ അടച്ച് വെച്ച് ഇത് വെന്ത ശേഷമാണ് ഓർമ്മ വന്നത് ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു എന്നുള്ളത്. ഞാൻ തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ആണെങ്കിൽ അതിൽ ഉറപ്പായിട്ട് ഉരുളക്കിഴങ്ങ് ഇടണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിലെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഭൂരിക്കുള്ളതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തിക്നെസ് കൂട്ടണ്ട, നല്ലോണം നെയ്സിൽ പരത്തിയെടുക്കുക. ഒരുപാട് പത്തിരിക്കുള്ളതല്ലെങ്കിലും കുറച്ചും കൂടി നൈസ്, അത്രയും നൈസ് അല്ലെങ്കിലും ഒരുപാട് കട്ടിയാക്കരുത്. അപ്പോൾ എന്താണ്, ഈ ഭൂരി ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഉള്ളിലൊരു ലെയർ ചപ്പാത്തി പോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ 2 ഭാഗമായിരിക്കും പൊന്തി വന്നിട്ടുണ്ടാകും. ഉള്ളിൽ ആ ഒരു ലെയർ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകും. നമുക്ക് കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ആദ്യം കട്ടിക്ക് പരത്തിയിട്ട് ചുട്ടപ്പോൾ അങ്ങനെയാണ് ട്ടോ വന്നത്. പക്ഷേ പൊന്തി വന്നു കേട്ടോ, കറക്റ്റായിരുന്നു. അവരുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതിൽ മോശം വന്നില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ട്ടോ എന്താണ് ഭൂരി കിട്ടിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അതിനേക്കാളും നൈസാക്കി ഉണ്ടാക്കിയപ്പോൾ അത് കറക്റ്റായി വന്നു കേട്ടോ. ഇത് ഇത്രത്തോളം പൊന്തി വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതും അത് ഇത്രയും സക്സസ് ആയതും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഭൂരിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.